ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറെ പരിചയമുണ്ട്. എന്നാൽ നിഷേധികളെന്നും അക്രമികളെന്നും സ്വയം അവരോധിക്കപ്പെട്ട ബസ് തൊഴിലാളികൾ തങ്ങളുടെ കുഞ്ഞനീതിക്കു വേണ്ടി ഒരു ദിവസം മാറ്റിവെച്ചത് തികച്ചും വേറിട്ട അനുഭവമായി. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ 11 ബസ്സുകൾ തങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ വൃക്കരോഗിയായ വിഷ്ണുപ്രിയയ്ക്ക് നൽകാൻ തയ്യാറായി. വാർത്തകൾ കാണാം. പ്രധാന വാർത്തകൾക്കു ശേഷം. എന്ന് നിന്റെ മൊയ്തീൻ സിനിമയ്ക്ക് വേണ്ടി താൻ ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ലെന്ന് കാഞ്ചന കൊറ്റങ്ങൽ. VP മൊയ്തീൻ സേവാ മന്ദിരന്റെ ശിലാസ്ഥാപനം ദിലീപ് നിർവഹിക്കും. അക്രമത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് പോയ പ്രവർത്തകനെ തടഞ്ഞതിൽ പ്രതിഷേധം. ആംബുലൻസ് തടഞ്ഞ പോലീസിനെതിരെ നടപടി വേണമെന്ന് SDPI. നല്ല ദിനം സമ്മാനിക്കുന്നു എന്ന കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനം തൊഴിലാളികളോടുള്ള വഞ്ചനയാണെന്ന് STU സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് യു പോക്കർ. വാർത്തകൾ വിശദമായി. ആക്രമണത്തിൽ പരിക്കേറ്റ് SDPI പ്രവർത്തകനെയും കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസ് തടഞ്ഞ അത്തോളി പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് SDPI നേതൃത്വത്തിൽ വടകര SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി P. അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കുറ്റ്യാടിയിൽ അക്രമത്തിൽ പരിക്കേറ്റ SDPI പ്രവർത്തകനുമായി പോയ ആംബുലൻസ് അത്തോളിയിൽ പോലീസ് തടഞ്ഞ നടപടിയിൽ പ്രതിഷേധിച്ച് SDPI പ്രവർത്തകർ വടകര SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് SP ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി P. അബ്ദുൾ ഹമീദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസിന് മൊത്തം നാണക്കേടുണ്ടാക്കിയ, കേരളീയ സമൂഹത്തിന് മൊത്തം മാനക്കേട് വരുത്തി തീർത്ത ഈ പോലീസുകാരെ കണ്ടെത്തി ഒറ്റപ്പെടുത്തി ശിക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാവണം. അങ്ങനെ പോലീസിന് നഷ്ടപ്പെട്ട മാനം രക്ഷിക്കാൻ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. റോയ് അറക്കൽ, SDPI ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ കൊമേരി എന്നിവർ സംസാരിച്ചു. മാർച്ചിന് P. സാലിം, അബ്ദുൽ ജലീൽ സഖാഫി എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിൽ നടന്ന അക്രമത്തിൽ SDPI പ്രവർത്തകൻ RM നിസാറിന് പരിക്കേറ്റിരുന്നു. പരിക്കേറ്റ നിസാറിനെ കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസ് തടഞ്ഞുവെന്ന ആരോപണവും ഉണ്ടായിരുന്നു. അത്തോളി പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു SDPI മാർച്ച് നടത്തിയത്. അനധികൃത മട്ടിമണൽ ഖനനം കാരണം കൂടരഞ്ഞി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാക്കനിയാണ്. കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന വെള്ളം ഉപയോഗിക്കാനാകാതെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും കുടിവെള്ളം മുട്ടിയ അവസ്ഥയാണിപ്പോൾ. കൂമ്പാറ, ആനക്കല്ലുംപാറ, കക്കാടംപൊയിൽ പ്രദേശത്തു കൂടി ഒഴുകുന്ന അകമ്പുഴ മാസങ്ങളായി കലങ്ങിമറിഞ്ഞാണ് ഒഴുകുന്നത്. പുഴയൊഴുകി വരുന്ന പ്രദേശത്തിൽ അനധികൃത മട്ടിമണൽ ഖനനം നടക്കുന്നതാണ് ഇത്തരത്തിൽ ചളിവെള്ളം പുഴയിലെത്താൻ കാരണം. പ്രദേശത്തുകാരുടെ കുടിവെള്ളമാണ് ഇത്തരത്തിൽ നാശത്തിന്റെ വക്കിലേക്ക് എത്തിയത്. കോളനി നിവാസികൾക്കുൾപ്പെടെയുള്ള സമീപവാസികളായ ജനങ്ങൾക്ക് കഴിഞ്ഞ 2 മാസമായി കുടിക്കാനോ കുളിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഉപയോഗശൂന്യമായ ഈ വെള്ളമാണ് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്നും അധികൃതരോട് പലതവണ പരാതി പറഞ്ഞെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കലങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേറ് കലക്കി ഒഴിച്ചാൽ എങ്ങനെയാ അതേമാതിരി വരുന്നത്. കുടിക്കുന്ന വെള്ളമാണ്. അതായത് പുഴയുടെ സൈഡിലാണ് ഞങ്ങളുടെ കുളത്തിലേക്ക് അരിച്ചിറങ്ങുവാണ്. കഞ്ഞി വലിക്കുന്ന ഞങ്ങൾ കലക്ക് വെള്ളത്തിലാണ്. എത്രയോ നാളെ പലയിടത്തും ഞങ്ങൾ പരാതിപ്പെട്ടിട്ടും ആരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല. എത്രയോ പ്രാവശ്യം ഞാൻ വില്ലേജിൽ വിളിച്ചു പറഞ്ഞു, പഞ്ചായത്ത് പറഞ്ഞു, മെമ്പർ എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല. 15ഓളം കുടിവെള്ള പദ്ധതികളാണ് 5ാം വാർഡ് മുതൽ 12ാം വാർഡ് വരെയുള്ള ഈ പ്രദേശത്തുള്ളത്. മട്ടിമണൽ ഖനനം കാരണം കിണറ്റിൽ നിന്നും ചളിവെള്ളമാണ് ലഭിക്കുന്നത്.
കുടിവെള്ളത്തിന് മറ്റു വഴികളില്ലാതെ എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ഈ ആയിരക്കണക്കിന് ആളുകൾ കുടിവെള്ളവും അതുപോലെ നിത്യവും ഉപയോഗിക്കുന്ന ഈ വെള്ളം ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ മലിനമാക്കിക്കൊണ്ട് വരുന്നത് എന്നുള്ളതിന്റെ ശക്തമായ നടപടി ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇതിനെതിരെ നാട്ടുകാർ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ഇവിടുത്തെ ജനങ്ങളുമായി ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ജലനിധി അധികൃതർക്കും പഞ്ചായത്ത് ഭരണാധികാരികൾക്കും പരാതികൾ നൽകി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. അല്ലെങ്കിൽ തങ്ങൾ തന്നെ നേരിട്ട് സമരരംഗത്തിറങ്ങുമെന്നും പ്രദേശവാസികൾ പറയുന്നു. നല്ല ദിനം സമ്മാനിക്കുന്നുവെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധമായ നിലപാടുകളാണ് സ്വീകരിച്ചതെന്ന് STU സംസ്ഥാന സെക്രട്ടറി യു പോക്കർ. PF പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ നടന്ന കൂട്ടധർണയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലാകെ 51 ലക്ഷം തൊഴിലാളികളും കേരളത്തിൽ 4 ലക്ഷം തൊഴിലാളികളുമാണ് PF പെൻഷന് അർഹരായിട്ടുള്ളത്. എന്നാൽ ഇവരുടെ ആവശ്യങ്ങൾ പലതവണ മാറിവരുന്ന സർക്കാരുകളോട് പറഞ്ഞെങ്കിലും ഫലം കണ്ടില്ല. ശക്തമായ സമരപരിപാടികളുടെ ഭാഗമായാണ് മുതലക്കുളത്ത് നിന്ന് ആരംഭിച്ച് കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. പരിപാടി പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മിനിമം പെൻഷൻ 6500 രൂപയും DAയും അനുവദിക്കുക, ഏകപക്ഷീയമായി വെട്ടിക്കുറച്ച 3 ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക, എല്ലാ PF പെൻഷൻകാർക്കും വാർഷിക വർധനവ് അനുവദിക്കുക, വെയിറ്റേജ് കണക്ക് കൂട്ടിയതിലുള്ള അപാകതകൾ പരിഹരിക്കുക, കമ്മ്യൂട്ടേഷൻ കാലാവധിക്ക് ശേഷം പൂർണ്ണ പെൻഷൻ അനുവദിക്കുക, പെൻഷൻകാർക്ക് സൌജന്യ ചികിത്സാ സൌകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു PF പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചത്. നല്ല ദിനങ്ങൾ സമ്മാനിക്കുന്നുവെന്ന് വാഗ്ദാനം ചെയ്ത കേന്ദ്ര സർക്കാർ തങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടില്ലെന്നും തൊഴിലാളി വിരുദ്ധമായ നയങ്ങളാണ് സ്വീകരിച്ചതെന്നും STU സംസ്ഥാന സെക്രട്ടറി യു പോക്കർ പറഞ്ഞു. മിനിമം പെൻഷൻ 1000 എന്നത് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് മന്ത്രിപ്പണി അവസാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചു പോയതാണ്. പിന്നീട് വന്ന കേന്ദ്ര ഗവൺമെന്റ് അത് നടപ്പാക്കുമെന്ന് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചതാണ്. പുതിയ കേന്ദ്ര സർക്കാർ നല്ല ദിനം നമുക്ക് സമ്മാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, PF പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ദാമോദരൻ നായർ TP അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി കരുണാകരൻ, സംസ്ഥാന സെക്രട്ടറി M ധർമ്മരാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുകുമാരൻ നായർ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഓട്ടത്തിലാണ് ഒരു കൂട്ടം ബസ് തൊഴിലാളികൾ. വൃക്ക തകരാറിലായ വിഷ്ണുപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ 11 ബസ്സുകളാണ് തിങ്കളാഴ്ച സർവീസ് നടത്തിയത്. KKBOCയും കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ ബസ്സുകൾ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പും സംയുക്തമായാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത്. ഇന്നത്തെ ദിവസം കൂടുതൽ യാത്രക്കാർ തങ്ങളുടെ ബസ്സിൽ കയറണമെന്നാണ് ഒരു കൂട്ടം ബസ് തൊഴിലാളികൾ ആഗ്രഹിക്കുന്നത്. ലാഭം കൊയ്യുക എന്ന ലക്ഷ്യം മാത്രമല്ല, കിട്ടുന്ന ലാഭം ഒരു ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇവരുടെ ഇന്നത്തെ യാത്ര. ഡയാലിസിസിൽ മാത്രം ജീവൻ നിലനിർത്തുന്ന ഡിഗ്രി വിദ്യാർത്ഥി വിഷ്ണുപ്രിയയ്ക്ക് വേണ്ടിയാണ് കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ 11 ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ഒരു ദിനത്തെ മുഴുവൻ തുകയും ജീവനക്കാരുടെ ശമ്പളവും വിഷ്ണുപ്രിയയുടെ ചികിത്സയ്ക്ക് വേണ്ടി വിനിയോഗിക്കും. KKBOCയും കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ ബസ്സുകൾ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുമാണ് പ്രത്യേക ബസ് സർവീസിന് മുൻകൈയെടുത്തത്. വിഷ്ണുപ്രിയയ്ക്കായി ഓടുന്ന 11 ബസ്സുകളുടെയും ഡീസൽ ചെലവ് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് വഹിക്കുന്നത്. ഇതിനായി 53,500 രൂപ ഇവർ ബസ് ഉടമകൾക്ക് കൈമാറി. അതിപ്പോൾ സൊസൈറ്റി ആയാലും ജനങ്ങൾ ഓണേഴ്സ് ആയാലും എല്ലാം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവിധ പിന്തുണകളും ഓണർമാരുടെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണകളുണ്ട്. അതുകൊണ്ടാണ് ഈ ഡീസൽ എണ്ണയത്തെ ചെലവ് എണ്ണ അടക്കം ഫ്രീയാണ് അടിക്കുന്നത്. എണ്ണ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചെയ്യുന്നത്. പേരാമ്പ്ര ചെമ്പ്ര റോഡിൽ ഉത്രോത്തുമീത്തൽ സുരേന്ദ്രൻ ശാന്ത ദമ്പതികളുടെ മകൾ വിഷ്ണുപ്രിയയുടെ വൃക്കകൾ തകരാറിലായിട്ട് 1 വർഷമായി. പഠനത്തിൽ മുന്നിട്ടു നിന്നെങ്കിലും രോഗം കാരണം പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. 8 മാസത്തോളം ചികിത്സയിലായിരുന്നു. പിന്നീട് ജീവൻ നിലനിൽക്കണമെങ്കിൽ തുടർച്ചയായി ഡയാലിസിസ് നടത്തണമെന്നായി. നിർധനരായ കുടുംബത്തിന് ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ വഴികളുണ്ടായിരുന്നില്ല. നാട്ടുകാർ രൂപീകരിച്ച ചികിത്സാ സഹായ കമ്മിറ്റിയാണ് ഇപ്പോൾ ചികിത്സാ ചെലവ് വഹിക്കുന്നത്. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ ബസ്സുകൾ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് 1ാം വാർഷികം എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന ചിന്തയിൽ നിന്നാണ് വിഷ്ണുപ്രിയയ്ക്ക് സഹായമൊരുക്കുന്നതിലേക്ക് നയിച്ചത്. തൊഴിലാളികൾ വേതനം ഇന്നത്തെ ഫ്രീ, ചെലവൊന്നും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നടത്തുന്ന ഒരു സംരംഭമാണിത്. ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. ഇനിയും മുന്നോട്ട് കുറെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും ഇനിയും ജനങ്ങളിൽ നിന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്.
സിഗ്മ, ഒമേഗ, അജ്വ, അഭിരാമി, BTC, ശ്രീഗോകുലം, വൈറ്റ് റോസ്, സിൽവർ സ്റ്റോൺ, ദുൾദുൾ, അനന്തു, പുലരി എന്നീ ബസ്സുകളാണ് 1 ലക്ഷ്യം പൂർത്തീകരിക്കാനായി സർവീസ് നടത്തുന്നത്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമ ഇറങ്ങിയ ശേഷം സിനിമയുടെ പേരിൽ 1 പൈസ പോലും മുക്കം BP മൊയ്തീൻ സേവാ മന്ദിറിന് വേണ്ടി വാങ്ങിയിട്ടില്ല എന്ന് സേവാ മന്ദിർ ഡയറക്ടർ കാഞ്ചന കൊറ്റങ്ങൽ. സിനിമയുടെ അണിയറ പ്രവർത്തകരൊന്നും പിന്നീട് താനുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നും സിനിമയുടെ പേരിൽ തനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നും കാഞ്ചന പറഞ്ഞു. BP മൊയ്തീൻ സേവാ മന്ദിർ ശിലാസ്ഥാപനത്തെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. എന്ന് നിന്റെ മൊയ്തീൻ സിനിമ ഇറങ്ങിയ ശേഷം തന്നെ കാണാൻ ഏറെ പേർ എത്തുന്നുണ്ടെന്നും സംഗീത സംവിധായകനായ രമേശ് നാരായണനിൽ നിന്നും 5 ലക്ഷം രൂപ വാങ്ങിയതൊഴിച്ചാൽ മറ്റൊരു ധനസഹായവും സിനിമയുടെ പ്രവർത്തകരിൽ നിന്നും സ്വീകരിച്ചിട്ടില്ലെന്നും കാഞ്ചന പറഞ്ഞു. സിനിമയുടെ ചിത്രീകരണ ഘട്ടത്തിൽ പരാതി ഉന്നയിച്ചിരുന്നതായും പിന്നീട് സിനിമ ഇറങ്ങിയ ശേഷം അത് പിൻവലിക്കുകയും ചെയ്തു. സിനിമയോട് തനിക്ക് വ്യക്തിപരമായ ഒരു എതിർപ്പുമില്ലെന്നും കാഞ്ചന വ്യക്തമാക്കി. സിനിമയ്ക്ക് വേണ്ടി ആരോടും ഒരു കാശും വാങ്ങിയിട്ടില്ല. കാഞ്ചന പേഴ്സണലായിട്ടും വാങ്ങിയിട്ടില്ല. BP മൊയ്തീൻ്റെ സേവാമന്ദിറിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ അവർ തന്നതിന് റെസീറ്റ് നൽകിയിട്ടുണ്ട്. രമേശ് നാരായണൻ്റെ ചെക്കായിരുന്നു, അദ്ദേഹത്തിന് റെസീറ്റും കൊടുത്തിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകൻ, നാടക നടൻ, സിനിമാ നിർമ്മാതാവ്, സ്പോർട്സ് ലേഖകൻ, ജനപ്രതിനിധി തുടങ്ങിയ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്ന മനുഷ്യസ്നേഹിയായ BP മൊയ്തീന്റെ സ്മരണയിൽ 30 വർഷത്തിലേറെയായി മുക്കത്ത് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് BP മൊയ്തീൻ സേവാ മന്ദിർ. BP മൊയ്തീന്റെ വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സേവാ മന്ദിറിന് വർഷങ്ങൾക്കു ശേഷം ആസ്ഥാനം നഷ്ടമായി. 18ഓളം സന്നദ്ധ സംഘടനകളും ജില്ലയിലെ തന്നെ A ഗ്രേഡ് ലൈബ്രറിയും താൽക്കാലിക ഷെഡിൽ പ്രവർത്തിച്ച് വരുന്നതിനിടെയാണ് സേവാ മന്ദിറിന്റെ പ്രവർത്തനങ്ങൾ സമൂഹം തിരിച്ചറിയുകയും നടൻ ദിലീപ് സേവാ മന്ദിറിന് കെട്ടിടം നിർമ്മിച്ചു നൽകാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തത്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നവംബർ 18 ബുധനാഴ്ച മുക്കത്ത് നടക്കുന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ ദിലീപ് നിർവഹിക്കുമെന്ന് BP മൊയ്തീൻ സേവാ മന്ദിർ ഡയറക്ടർ കാഞ്ചന കൊറ്റങ്ങൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുക്കത്ത് നടക്കുന്ന ശിലാസ്ഥാപന ചടങ്ങിൽ ഭവന നിർമ്മാണ പദ്ധതിക്കും തുടക്കമാകും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങുകളിൽ പങ്കെടുക്കും. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പ്രപഞ്ചം നാരായണ ട്രാവൽസ് ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി വൃശ്ചികം 1 മുതൽ പടിപൂജ വരെ ദിവസേന പ്രസാദ, താമസ, ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ഡിസംബർ മുതൽ കരിമല യാത്ര. ശബരിമല ദർശനം കഴിഞ്ഞ് മടക്കം പുൽമേട് വഴി മധുര, തിരുപ്പുറകുണ്ടം, പഴനി വഴി പ്രത്യേക യാത്ര. ശ്രീ ശബരിമലമേലുദിക്കുന്ന നിർധനരായ 251 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദവിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ഏത് കാലാവസ്ഥയിലും പച്ചക്കറി സമൃദ്ധമായി വളരുമെന്ന് പ്രാവർത്തികമാക്കി കാണിച്ചു തരികയാണ് കൊയിലാണ്ടി മൂടാടി സ്വദേശി റിട്ടയർഡ് കൃഷി ഓഫീസർ P. അശോകൻ. ഇദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവ്വ പിന്തുണയുമായി മുരളിയും ഒപ്പമുണ്ട്. പലേക്കർ കൃഷി രീതിയാണ് ഇവർ അവലംബിക്കുന്നത്. മഴ മറയ്ക്കകത്താണ് കൃഷി നടത്തുന്നത്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ കൃഷി ചെയ്യാമെന്ന് മനസ്സിലാക്കി മഴമറ നിർമ്മിച്ച് കൃഷി ചെയ്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുകയാണ് കൊയിലാണ്ടി മൂടാടി റിട്ടയർഡ് കൃഷി ഓഫീസർ P. അശോകനും നിർമ്മാണ തൊഴിലാളിയായ മുരളിയും. തരിശു കിടന്ന ഭൂമിയിൽ 83,000 രൂപ ചിലവിൽ 100 ചതുരശ്ര മീറ്റർ മഴമറ നിർമ്മിച്ചാണ് കൃഷി ചെയ്തു തുടങ്ങിയത്. പലേക്കർ രീതിയിലുള്ള പ്രകൃതി കൃഷിയാണ് അനുവർത്തിക്കുന്നത്. ചിലവും അധ്വാനവും കുറവാണ്. സങ്കരയിനം വിത്തുകളെ ഒഴിവാക്കി പരമ്പരാഗത നാടൻ വിത്തിനങ്ങളെ ഉപയോഗിച്ചാണ് കൃഷി ചെയ്തു വരുന്നത്. പയറും പടവലവും വെണ്ടയും ചീരയും വെള്ളരിയും വഴുതനയും ചതുരപ്പയറും പച്ചമുളകും മധുരച്ചീരയും തുടങ്ങി എല്ലാം ഈ
മഴമറയ്ക്കുള്ളിൽ സുലഭമാണ്. തൈകളുടെ വിത്ത് ബീജാമൃതത്തിൽ മുക്കിയാണ് നടുന്നത്. അടിവളമായി ഘനജീവാമൃതവും ഇടും. തുടർന്ന് ചെടിയായി വളർന്നുവരുന്ന ഓരോ ഘട്ടത്തിലും കീടനിയന്ത്രണത്തിനായി കൈകൊണ്ട് പരിചരണവും കപ്പയില മിശ്രിതവും തളിക്കും. ഓരോ ആഴ്ച ഇടവിട്ട് കപ്പയില മിശ്രിതവും ജീവാമൃതം എന്നിവ ചെടികളിൽ തളിക്കുന്നുണ്ട്. എല്ലാ കീടങ്ങളെയും പൂർണ്ണമായും അകറ്റി നിർത്തുവാൻ ഇതുകൊണ്ട് സാധിക്കും. ജൈവ കൃഷിരീതി ഉപയോഗിക്കുന്നത് വഴി മണ്ണിലും വായുവിലും അടങ്ങിയിട്ടുള്ള മൂലകങ്ങളെ വിഘടിച്ച് ചെടികൾക്ക് പ്രതിരോധവും ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് സഹായകമായി കൃഷിഭവൻ പച്ചക്കറി വികസന പദ്ധതി പ്രകാരം സഹായവും ലഭ്യമാക്കി. ഇരുവരും ഈ മേഖലയിൽ പരിചയസമ്പന്നരാണ്. കാലത്ത് 6 മണി മുതൽ 8 മണി വരെ കൃഷിയിടത്തിലുണ്ടാകുന്ന ഇവർ കൃഷിയിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് മുൻകൈയെടുത്ത് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിഎസ്കോ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെ വിവിധ ലൈബ്രറി പ്രവർത്തകർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഡോക്ടർ പി.കെ. പോക്കർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷം നീളുന്ന സിഎസ്കോ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് വിവിധ ലൈബ്രറി പ്രവർത്തകർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. 88 ലൈബ്രറി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. ശില്പശാലയുടെ ഉദ്ഘാടനം ഡോക്ടർ പോക്കർ നിർവഹിച്ചു. സിഎസ്കോ പ്രസിഡന്റ് MP ചേക്കുട്ടിക്കോയ അധ്യക്ഷം വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി സുരേഷ് ബാബു, പി സക്കീർ, വി ഹമീദ് എന്നിവർ സംസാരിച്ചു. നവോത്ഥാനന്തര കേരളം എന്ന വിഷയത്തിൽ പ്രൊഫസർ അനിൽ ചേലാമ്പ്ര, സാംസ്കാരിക സംഘർഷങ്ങൾ എന്ന വിഷയത്തിൽ എ സജീവൻ, പ്രവാസി എഴുത്ത് എന്ന വിഷയത്തിൽ ഉസ്മാൻ ഇരുമ്പുഴി, പ്രവാസി സംഘടനാ പ്രവർത്തനം എന്ന വിഷയത്തിൽ സഫറുള്ള, വളർന്നുവരുന്ന അസഹിഷ്ണുത എന്ന വിഷയത്തിൽ KN കുഞ്ഞാമത് എന്നിവർ സംസാരിച്ചു. കോവിലകം റെസിഡൻസ് അസോസിയേഷനും മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്നേഹസ്പർശം എന്നിവരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് അഹമ്മദ് കബീർ അധ്യക്ഷം വഹിച്ചു. മാറി മാറി വരുന്ന ജീവിതശൈലികളും പരമ്പരാഗത ഭക്ഷണ സമ്പ്രദായങ്ങളിൽ വരുന്ന മാറ്റങ്ങളും നമ്മളറിയാതെ നമ്മളെ കീഴ്പ്പെടുത്തുന്ന പല മാരക രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇത്തരം രോഗങ്ങളെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമായാണ് കോവിലകം റെസിഡൻസ് അസോസിയേഷനും മലബാർ ഗോൾഡൻ ഡയമണ്ട്സും ഇക്ര ഹോസ്പിറ്റലും സ്നേഹസ്പർശവും സംയുക്തമായി ജീവിതശൈലി രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വൃക്കരോഗം കണ്ടെത്തുന്നതിനുള്ള പരിശോധനയായ യൂറിൻ, ആൽബുമിൻ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ നിർണ്ണയിക്കുന്നതിനായി ഹൈറ്റ് ആൻഡ് വെയ്റ്റ് നിർണയം, BP, ECG പരിശോധനയും ക്യാമ്പിലുണ്ടായിരുന്നു. ഇക്ര ആശുപത്രിയിലെ ഡോക്ടർ റാഷിദ്, ക്യാമ്പ് കോർഡിനേറ്റർ ബഷീർ, നൌഫൽ, ഷർജുല, കുഞ്ഞു മുഹമ്മദ്, അസോസിയേഷൻ പ്രസിഡന്റ് അഹമ്മദ് കബീർ ടി, സെക്രട്ടറി ബാബു TV, ഭാരവാഹികളായ ഹരി ER, നിജോഷ് P, സതീഷ്, ഭക്തവത്സലൻ P, ശശികുമാർ P എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട്ട് വിജയകരമായ മറ്റൊരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൂടി. ഇത്തവണ ഇതിന് വേദിയായത് മിംസ് ആശുപത്രിയാണ്. വാഹനാപകടത്തിൽപ്പെട്ട് മസ്തിഷ്ക മരണം സംഭവിച്ച 17കാരന്റെ ഹൃദയം 54കാരന്റെ ശരീരത്തിൽ മിടിച്ചു തുടങ്ങിയപ്പോൾ മിംസിന് ലഭിച്ചത് ചരിത്ര നേട്ടമാണ്, ഒപ്പം ഒരു ജീവിതവും. കോഴിക്കോട് സ്വദേശിയായ ഹരിറാമിന് 6 വർഷം മുൻപാണ് ഹൃദയത്തിൽ സങ്കീർണമായ തകരാറുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. 3 വർഷമായി ഇദ്ദേഹം മിംസ് ഹോസ്പിറ്റലിലെ ഹൃദ്രോഗ വിഭാഗത്തിൽ ഇസ്കീമിക് കാർഡിയോ മയോപ്പതി ചികിത്സയിലായിരുന്നു. ഭാര്യ ഉൾപ്പെടുന്ന കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്ന ഹരിറാമിന് ഹൃദയം മാറ്റിവെക്കൽ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം 30-നാണ് ബൈക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ നിജിൻലാൽ എന്ന 17കാരന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. മകന്റെ മരണത്തിലുണ്ടായ മാനസികാഘാതത്തിലും നിജിന്റെ കണ്ണുകൾ, വൃക്കകൾ, കരൾ, ഹൃദയം എന്നിവ ദാനം ചെയ്യാൻ അച്ഛൻ നാണു നിയമാനുവാദം നൽകി. നവംബർ 2-ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നും ഹൃദയം മിംസ് ഹോസ്പിറ്റലിലെത്തിച്ച് ഹരിറാമിന്റെ ശരീരത്തിൽ വെക്കാനുള്ള ശസ്ത്രക്രിയ ആരംഭിച്ചു. ബീറ്റിംഗ് ഹാർട്ട് സർജറി എന്നറിയപ്പെടുന്ന ഓഫ് പമ്പ് കൊണോററി ആർട്ടറി ബൈപ്പാസ് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ മുരളി വെട്ടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. ചീഫ് കാർഡിയാക് അനസ്തറ്റിസ്റ്റ് ഡോക്ടർ KV കണ്ണൻ, കൺസൾട്ടന്റ് കാർഡിയാക് സർജൻ ഡോക്ടർ അനിൽ ജോസ്, ഡോക്ടർ നിതിൻ ഗംഗാധരൻ, ഡോക്ടർ OP സനോജ്, കാർഡിയാക് പെർഫ്യൂഷനിസ്റ്റുമാരായ K ജയപ്രകാശ്, ശ്യാമപ്രസാദ് അരുൺ എന്നിവർ അടങ്ങുന്ന സംഘവും ശസ്ത്രക്രിയ വിജയകരമാക്കുന്നതിൽ പങ്കുവഹിച്ചു. ആരോഗ്യനിലയിൽ പുരോഗതി വീണ്ടെടുത്തുവരുന്ന ഹരിറാം ഈ ആഴ്ച ആശുപത്രി വിടും. ഹരിറാമിന്റെ വൃക്കകൾക്കും തകരാർ ഉണ്ടായിരുന്നതിനാൽ ശസ്ത്രക്രിയയും ശസ്ത്രക്രിയാനന്തര പരിചരണവും വിഷമകരമായിരുന്നുവെന്ന് ഡോക്ടർ മുരളി വെട്ടത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മിംസ് CEO ഡോക്ടർ രാഹുൽ മേനോനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആയുർവേദം എന്നത് ഭാരതീയ ചികിത്സാ രീതിയാണെങ്കിലും ലോകത്തിലെ എല്ലാവരും അംഗീകരിക്കുന്ന ശാഖയാണെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. ജനുവരി 21 മുതൽ ഫെബ്രുവരി 2 വരെ കോഴിക്കോട്ട് നടക്കുന്ന 3ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനുവരി 28 മുതൽ ഫെബ്രുവരി 2 വരെ നടക്കുന്ന ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ബൈപ്പാസിൽ ഡ്രീം വേൾഡ് കോംപ്ലക്സിൽ മന്ത്രി ഡോക്ടർ MK മുനീർ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത് ഒരു ഗംഭീര വിജയമാക്കേണ്ട ചുമതല
പ്രത്യേകിച്ച് കോഴിക്കോട് നിവാസികൾക്കുണ്ട്. സ്വപ്ന നഗരിയിലാണ് പരിപാടി നടക്കുന്നത്. ആയുർവേദം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ചികിത്സാ രീതിയാണ്. എങ്കിലും ലോകത്ത് എല്ലാവരും അംഗീകരിക്കുകയും സാധുവും നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു ശാഖയാണ്. ഡോക്ടർ ജി ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. MK രാഘവൻ MP, A പ്രദീപ് കുമാർ MLA, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ഡോക്ടർ VG ഉദയകുമാർ, ഡോക്ടർ വേണുഗോപാൽ, അഡ്വക്കേറ്റ് രാജൻ, ഡോക്ടർ മനോജ് കാളൂർ, ഡോക്ടർ C സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ജനുവരി 28 മുതൽ ഫെബ്രുവരി 2 വരെ നടക്കുന്ന ഫെസ്റ്റിവലിൽ 50 രാജ്യങ്ങളിൽ നിന്നായി 5000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. വിവിധ സെമിനാറുകളും ചർച്ചകളും നടക്കും. ജില്ലയിലാകെ 500 പ്രദർശനങ്ങളും വ്യാപാര സമ്മേളനങ്ങളും ഉണ്ടാകും. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. സർക്കസ് അത്ഭുതങ്ങളുടെ മാത്രം കലയാണ്. നമുക്ക് അപ്രായോഗികമായതെല്ലാം സർക്കസ് കലാകാരന്മാർക്കും കലാകാരികൾക്കും പ്രായോഗികമാണ്. ഗ്രാൻഡ് സർക്കസ് ഉന്നതമായ പ്രയോഗപാഠവുമുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ സംഘമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും കലാകാരികളും ഈ സംഘത്തിലുണ്ട്. സ്വപ്നങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കി കൊണ്ടുവന്ന ഗ്രാൻഡ് സർക്കസ് നമ്മുടെ തൊട്ടടുത്തു തന്നെയുണ്ട്. അതിശയങ്ങളുടെ അറബി കഥകളിലേക്ക് നയിക്കാൻ ഗ്രാൻഡ് സർക്കസിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് തൊട്ടടുത്തുണ്ട്. ഗ്രാൻഡ് സർക്കസ്. വാർത്തകൾ തുടരുന്നു. മണ്ഡല ഉത്സവത്തിനായി ശ്രീ ധർമ്മശാസ്താവിന്റെ പൊന്നമ്പല നട തുറന്നു. നോമ്പുനോറ്റ് ദേശങ്ങൾ താണ്ടിയെത്തുന്ന ഭക്തലക്ഷങ്ങളുടെ ശരണം വിളികളാൽ മുഖരിതമാകും ഇനിയുള്ള നാളുകളിൽ ശബരിമല. ദർശന പുണ്യം തേടി പ്രമുഖ ട്രാവൽ ഏജൻസിയായ വിവേകാനന്ദയുടെ ആദ്യ ശബരിമല തീർത്ഥാടക സംഘം യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. വൃശ്ചിക പുലരിയിൽ ശ്രീധർമ്മശാസ്താവിനെ ദർശിക്കാൻ വിവേകാനന്ദ ട്രാവൽസിന്റെ ആദ്യ ശബരിമല തീർത്ഥയാത്രാ സംഘം യാത്ര പുറപ്പെട്ടു. 400 അയ്യപ്പന്മാരുമായാണ് വിവേകാനന്ദയുടെ ആദ്യ സംഘം യാത്ര തിരിച്ചത്. പൂജാതി കർമ്മങ്ങൾക്ക് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം മേൽശാന്തി ഷിബുശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ പ്രസ് ക്ലബ് സെക്രട്ടറി N രാജേഷ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. യാത്രാ സംഘം ആദ്യം ഗുരുവായൂരിൽ ദർശനം നടത്തി കൊടുങ്ങല്ലൂർ, ചോറ്റാനിക്കര, വൈക്കം, കടുത്തുരുത്തി, മള്ളിയൂർ, ഏറ്റുമാനൂർ, എരുമേലി വഴി പമ്പയിലെത്തി ദർശനം, അഭിഷേകം എന്നിവ കഴിഞ്ഞ് കോഴിക്കോട്ട് തിരിച്ചെത്തുന്നതാണ് വിവേകാനന്ദയുടെ യാത്രാ പാക്കേജ്. ഇതുകൂടാതെ കൊടുങ്ങല്ലൂർ, മള്ളിയൂർ, തിരുവനന്തപുരം, പന്തളം, അമ്പലപ്പുഴ, ചക്കുളത്തുകാവ് എന്നിങ്ങനെ വെവ്വേറെ യാത്രയും ട്രാവൽസ് ഒരുക്കിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് വിവേകാനന്ദ ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ നരേന്ദ്രൻ. വിവേകാനന്ദ ട്രാവൽസിന്റെ 2015-16 വർഷത്തേക്കുള്ള ശബരിമല തീർത്ഥാടനം ഇന്ന് ആരംഭിച്ചു. 400 അയ്യപ്പന്മാരാണ് ഇന്നത്തെ യാത്രയിൽ ശബരിമലയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഈ തവണ വിവേകാനന്ദ ട്രാവൽസ് ഏതാണ്ട് ഒരു 30,000-ഓളം ആളുകളെ ശബരിമലയിലേക്ക് എത്തിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ശബരിമല തീർത്ഥാടനം സാധാരണത്തേക്കാൾ വലിയ ഒരുക്കങ്ങളാണ് സന്നിധാനത്ത് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പരിചയസമ്പന്നരായ യാത്രാ സഹായികളെയും കേരളീയ ഭക്ഷണവും സുരക്ഷിതവും സൌകര്യപ്രദവുമായ താമസവുമാണ് വിവേകാനന്ദ ട്രാവൽസ് തീർത്ഥയാത്രയിൽ ഉറപ്പു നൽകുന്നത്. സർവശിക്ഷ അഭിയാൻ മാവൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനത്തോടനുബന്ധിച്ച് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ലഭിക്കുന്ന ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കുട്ടിത്താരാട്ട് എന്ന് പേരിട്ട ആഘോഷ പരിപാടികൾ മേഖലാ ശാസ്ത്ര കേന്ദ്രം ഡയറക്ടർ VS രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ശാരീരിക മാനസിക വെല്ലുവിളികളാൽ വിദ്യാലയ ജീവിതത്തിന്റെ നേരനുഭവത്തിൽ പങ്കാളികളാവാൻ കഴിയാത്ത നിരവധി കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവും സർവ്വതോന്മുഖവുമായ വളർച്ചയും ഉറപ്പാക്കുന്നതിനു വേണ്ടി സർവശിക്ഷ അഭിയാൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. പദ്ധതിയിലെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയാണ് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം. BRCയിലെ റിസോഴ്സ് അധ്യാപകരിലൂടെയാണ് ഇത് നൽകി വരുന്നത്.
മാവൂർ BRCയുടെ കീഴിലുള്ള 5 പഞ്ചായത്തുകളിൽ നിന്നായി ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെയാണ് ആഘോഷത്തിൽ പങ്കാളികളാക്കിയത്. സെറിബ്രൽ പാൾസി, ഓട്ടിസം, ചലന പരിമിതി, ബുദ്ധിപരിമിതി തുടങ്ങിയ വൈകല്യം മൂലം വിദ്യാലയങ്ങളിൽ സ്ഥിരമായി എത്തിച്ചേരാൻ കഴിയാത്തവരാണ് ഇത്തരം വിദ്യാർത്ഥികൾ. സർവശിക്ഷാ അഭിയാൻ SSA മാവൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനത്തോടനുബന്ധിച്ച് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ലഭിക്കുന്ന ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ശിശുദിന ആഘോഷം കുട്ടിത്താരാട്ട് എന്ന പേരിൽ കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ വെച്ച് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഗൃഹാന്തരീക്ഷത്തിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവങ്ങൾ പകർന്നു നൽകുവാൻ മാവൂർ BRC ഈ വർഷത്തെ ശിശുദിനാഘോഷം സഹായകമായി. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിന്റെ സന്ദർശനത്തിന് ശേഷം കടലോര കാഴ്ചകൾ തേടി കുട്ടികൾ കടപ്പുറം സന്ദർശിച്ചു. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ലഭിച്ചു വരുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഈ ശിശുദിനാഘോഷം ഓർമ്മയിലെ കുട്ടിത്താരാട്ടായി എന്നും ഓർത്തിരിക്കാനാകും. സംഗമത്തിൽ മാവൂർ BRCയിലെ BPO V. അബ്ദുൾ റഷീദ്, ട്രെയിനർമാർ, റിസോഴ്സ് അധ്യാപകർ, ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ, BRC അംഗങ്ങൾ എന്നിവർ പങ്കാളികളായി. മേഖലാ ശാസ്ത്ര കേന്ദ്രം പ്രൊജക്ട് കോർഡിനേറ്റർ VS രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊയിലാണ്ടി സേവാഭാരതിയുടെ 5ാമത് അഖില സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ശബരിമല തന്ത്രി കുടുംബാംഗം രാഹുൽ ഈശ്വർ നിർവഹിച്ചു. മണ്ഡല മകരവിളക്ക് കാലത്ത് അയ്യപ്പ ഭക്തരുടെ അടിസ്ഥാന സൌകര്യങ്ങൾ സൌജന്യമായി നൽകുക എന്നതാണ് സേവാ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. മണ്ഡല മകരവിളക്ക് കാലത്ത് അയ്യപ്പ ഭക്തരുടെ അടിസ്ഥാന സൌകര്യങ്ങൾ സൌജന്യമായി നൽകുന്ന കൊയിലാണ്ടി സേവാഭാരതിയുടെ 5ാമത് അഖില സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ശബരിമല തന്ത്രി കുടുംബാംഗം രാഹുൽ ഈശ്വർ നിർവഹിച്ചു. ആരാണ് അയ്യപ്പസ്വാമി? എന്താണ് അയ്യപ്പസ്വാമിയുടെ പ്രസക്തി? ചടങ്ങിൽ അയ്യപ്പ സേവാ കേന്ദ്രം പ്രസിഡന്റ് T. ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കല്ലേരി മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. RSS പ്രാന്തകാര്യവാഹ് P. ഗോപാലൻകുട്ടി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. അഖില ഭാരത അയ്യപ്പ സേവാ സമാജം ദേശീയ ജനറൽ സെക്രട്ടറി ഈറോഡ് N. രാജൻ, മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ VT സുരേന്ദ്രൻ, പുതിയോട്ടിൽ ബാലൻ, ഇളയടത്ത് വേണുഗോപാൽ, MC ഷാജകുമാർ, അജയൻ മീത്തൽ, രാമദാസ് തൈക്കണ്ടി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. അയ്യപ്പ ഭക്തർക്കായി അന്നദാനം, കുടിവെള്ളം, വിശ്രമിക്കാനുള്ള സൌകര്യം, വൈദ്യസഹായം, ശൌചാലയം, യാത്രാ വിവരങ്ങൾ നൽകൽ, കെട്ടുനിറ തുടങ്ങിയ സൌകര്യങ്ങളാണ് കൊയിലാണ്ടി സേവാഭാരതി സൌജന്യമായി നൽകുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ജനുവരി 17 വരെ നീണ്ടുനിൽക്കും. അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ വിഭവ സമാഹരണത്തിനായി കൊയിലാണ്ടിയിലെ 118 ക്ഷേത്രങ്ങളിലൂടെ പ്രയാണം നടത്തുന്ന അയ്യപ്പ സേവാ രഥയാത്രയുടെ ഉദ്ഘാടനം നവംബർ 25-ന് കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ നടക്കും. രഥയാത്ര നവംബർ 29-ന് അയ്യപ്പ സേവാ കേന്ദ്രത്തിൽ സമാപിക്കും. വാർത്തകൾ ചുരുക്കത്തിൽ. തലയും ഉപ്പൂറ്റിയും ബാലൻസ് ചെയ്ത് ശരീരം ഉറപ്പിച്ചു നിർത്തി ശ്വാസോച്ഛ്വാസം ക്രമീകരിച്ച് മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും രോഗങ്ങൾക്ക് ശമനം വരുത്തുകയും ചെയ്യുന്ന ഷാഷി യോഗ കോഴിക്കോട്ടും വരുന്നു. USA സാന്റിയാഗോയിൽ ഈ യോഗ പ്രചരിപ്പിക്കുന്ന ഷാഷി പോട്ടത്തിൽ അബ്ദുള്ളാണ് കോഴിക്കോട്ട് ഇത് പരിചയപ്പെടുത്തുന്നത്. ദഹന പ്രക്രിയ ത്വരിതപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഈ യോഗ സഹായിക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള എല്ലാ പ്രാവ് പറത്തലുകാരെയും പങ്കെടുപ്പിച്ച് ആരംഭിച്ചിട്ടുള്ള സംഘടനയാണ് കാലിക്കറ്റ് പീജൻ ഫ്ലയേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ 30ാം വാർഷിക സമ്മേളനം നവംബർ 22-ന് ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തും. മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP, അജയ് ഭരതൻ DIG, CK നാണു MLA, പുരുഷൻ കടലുണ്ടി MLA, EK വിജയൻ MLA തുടങ്ങിയവർ പ്രാവ് പറത്തൽ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ലോക COPD ദിനാചരണം നവംബർ 18-ന് ബുധനാഴ്ച നടക്കും. COPD ദിനാചരണ റാലി രാവിലെ 7:45-ന് LIC കോർണറിൽ നിന്നും ആരംഭിച്ച് കോർപ്പറേഷൻ ഓഫീസിന് സമീപം സമാപിക്കും. വത്സൻ PA IPS റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു. കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ ലൂമിനൻസ് നവംബർ 19-20 തീയതികളിൽ ന്യൂ കാസിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 700ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും സെമിനാറിൽ പങ്കെടുക്കും. സെമിനാറിന്റെ ഉദ്ഘാടനം നവംബർ 19-ന് രാവിലെ MK രാഘവൻ MP നിർവഹിക്കും. സമാപന സമ്മേളനം 20-ന് വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യുമെന്നും സ്കൂൾ പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എന്ന് നിന്റെ മൊയ്തീൻ സിനിമയ്ക്ക് വേണ്ടി താൻ ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ലെന്ന് കാഞ്ചന കൊറ്റങ്ങൽ. BP മൊയ്തീൻ സേവാ മന്ദിരന്റെ ശിലാസ്ഥാപനം ദിലീപ് നിർവഹിക്കും.
അക്രമത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് പോയ പ്രവർത്തകനെ തടഞ്ഞതിൽ പ്രതിഷേധം. ആംബുലൻസ് തടഞ്ഞ പോലീസിനെതിരെ നടപടി വേണമെന്ന് SDPI. നല്ല ദിനം സമ്മാനിക്കുന്നു എന്ന കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനം തൊഴിലാളികളോടുള്ള വഞ്ചനയാണെന്ന് STU സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് യു പോക്കർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.